മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. അച്ഛൻ മരിച്ചു വരും പഞ്ചായത്തിൽ മൊത്തം അനൗൺസ്മെന്റ് ചെയ്ത് അറിയിച്ചു. ഒരു കൊഴുപ്പിന് ഞാൻ പറഞ്ഞു അച്ഛൻ പഴയ KPSC നാടകക്കാരനാണെന്ന്. അപ്പൊ പീഡിയക്കാരൻ നാരായണൻ പറയുന്നത് നാടകം കാണാൻ പോലും പറ്റില്ലാന്ന്. അത് ശരി തന്നെയാ? നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞത്? അത് പറയാൻ നിന്നോട് പറഞ്ഞില്ല. അല്ല അച്ഛൻ മരിച്ചല്ലോ, അറിയുന്നില്ലല്ലോ, നമുക്ക് എന്തും പറയാം. ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചിരിക്കണ്ടേ? ആ വണ്ടി പൈസ വേണം, പിന്നെ അനൗൺസ്മെന്റ് ചെയ്ത് പൈസ കൊടുക്കാന്ന് പറയട്ടെ, ഒന്ന് കഴിയട്ടെ. നീജ വിവരം കേട്ടവനെ എടാ കാലമാടാ. നീ ഇവനെ കൊണ്ടുപോയ നേരം കൊണ്ട് എന്നെ കൊണ്ടുപോകാൻ മേലാഞ്ഞ. എല്ലാവരും ഒരു ദിവസം മരിക്കും. ഇന്ന് വേലാചേട്ടൻ, നാളെ സുമേഷ് ചേട്ടൻ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും എല്ലാവരും സഹായിക്കാൻ വേണ്ടിട്ട്. അവിടെ ഇരിക്കാം. കിടന്നതാണ്. രാത്രി ആയപ്പോ ഒരു ബഹളം പോലെ കാണിച്ചു. ചെരുപ്പിട്ട് കേട്ടോ. അങ്ങോട്ട് പോവാ. തണലത്ത് നിൽക്കാം. പിന്നെ ഒരു കസേരങ്ങൾ ഇവിടെ ഇരിക്കും കേട്ടോ. ഇവിടെ സത്യനൊപ്പം വരും. ഏട്ടനെ അറിയിച്ചിട്ടുണ്ട്, പോന്നോണ്ടിരിക്കാണ്. അപ്പം വരുമല്ലേ? വരും. ഇവിടെ എത്താറായിന്ന് പറഞ്ഞു വിളിച്ചു. അവനെപ്പോ വന്നാലും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചായക്കാശെങ്കിലും തരാതെ അവൻ പോകൂല. ഇല്ല, വരും. പറയണ്ട് പുളിങ്കോട്ട് പിക്കാസ് കൈക്കോട്ടും പടിഞ്ഞാപ്പറം ഉണ്ടെന്ന്. ഒപ്പരം പണിയെടുക്കുന്ന ലീവാക്കി ഞാൻ പോവാത്തോണ്ട്. അപ്പുറത്ത് ശീതളമാ വരുന്ന. കരഞ്ഞോണ്ട് എന്താ കാര്യം? ഇനി വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ അതൊക്കെ കാര്യബോധത്തോടുകൂടെ ചെയ്യാം. കണ്ട് സത്യനോ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുറപ്പെട്ടിട്ടുണ്ട്, ഇവിടെ എത്തുന്നാ പറഞ്ഞത്. ഇപ്പൊ തന്നെ ചോരായിരിക്കും. പിന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് എന്നോടും കൂടി ഒന്ന് ആലോചിക്കുക. ഞാനാ നിങ്ങളുടെ അമ്മാവൻ. ഉണ്ണി, അവിടെ സോഡ ഇരിപ്പുണ്ട്, ഒരെണ്ണം പൊട്ടിച്ച് സുമേഷ് ചേട്ടന് കൊടുക്കും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തിക്കോ. സുമേഷ് ചേട്ടാ അവിടെ ഇരിക്കാം. അപ്പൊ സത്യം വരുമ്പോ എന്നോട് ഒന്നും പറയണം കേട്ടാ. എന്നിട്ട് കൊണ്ടേക്കോ. ഉണ്ണി അച്ഛൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. ആസ്ഥാനത്തെ ഗ്യാസ്. അത് വരുന്നുണ്ട്. നീ ഓരോന്നും പറഞ്ഞ് കേൾക്കാൻ കൊണ്ടാട്ടോ. സത്യനവിടെ? ചേട്ടൻ വരണുണ്ട്. നീ എപ്പോൾ എത്താനാണ്? ഞാൻ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളി പോന്നോണ്ടിരിക്കുന്നു. ഇവിടെ അടുത്ത് എത്താറായെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ. അവളോ പെങ്ങള്? അവള് വരില്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ഇല്ലാന്ന്.
അപ്പോൾ അത് വന്നാലും എന്തിലേലും കാര്യമില്ല, അത് വിടും. പിന്നെ ദൂടുന്ന ബന്ധുക്കളായിട്ട് വേറെ ആരെങ്കിലും വരാണോ? ഒരു മരണ വീടാവുമ്പോൾ ബന്ധുക്കളും ശത്രുക്കളൊക്കെ ഉണ്ടാവും. നമുക്ക് ആരെയും തടയാനൊന്നും പറ്റില്ലല്ലോ. ശത്രുക്കളെല്ലാം ഇവിടെ നിൽപ്പുണ്ടല്ലോ. ആ സ്വയം അറിയണത് നല്ലതാ. അതെ, വിറകിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാ? വിറകെന്ന് പറഞ്ഞപ്പോ വിറക് വിറകിന്റെ ആവശ്യം എന്താണ് ഇപ്പോ? പിന്നെ ദഹിപ്പിക്കാൻ പിന്നെ വിറവ് വേണ്ടാടാ. ദഹിപ്പിക്കാന്ന് തീരുമാനിച്ചോ അപ്പോ? അമ്മാവനറിയാതെ അല്ല. അപ്പൊ പിന്നെ ഞാനേ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് നിങ്ങൾ ഓരോന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ കാര്യം നടക്കില്ല. ഞാൻ അമ്മാവനാ. അമ്മാവൻ എന്ന് പറഞ്ഞാ നിന്റെ അമ്മയുടെ ആങ്ങള. അതെ, നിന്റെ അമ്മയുടെ ആങ്ങളയ്ക്കുള്ള അതേ വിലയും നിലയും എനിക്കും ഉണ്ട്. നിന്റെ അച്ഛന്റെ പെങ്ങളുടെ ഭർത്താവാണ് ഞാൻ, കേട്ടോ? അല്ല അമ്മാവ അതേ, ഇപ്പൊ ഇവിടെ സാധാരണ നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ മരണങ്ങൾക്കും നമ്മൾ അടക്കം ചെയ്യാണ് ചെയ്തത്. ഇപ്പൊ നിന്റെ ഇഷ്ടം പോലെ എന്താണെങ്കിൽ ചെയ്യാം. അമ്മാവനതില് എതിരൊന്നും നിൽക്കില്ല. ഇവിടെ അടക്കം ചെയ്തുകൊണ്ട് എന്താണ് ഇതിൽ പ്രത്യേകിച്ചൊരു ഗുണം? അമ്മാവൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അടക്കം ചെയ്യുകയാണെങ്കിൽ നാളെ നിന്റെ മക്കളോ അല്ലെങ്കിൽ സത്യന്റെ മക്കളോ അച്ചാച്ചന് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം, ആ കുഴിമാടെങ്കിലും. അതാ ഞാൻ പറഞ്ഞോളൂ. ആരെങ്കിലും പറയണ വിഡിത്തം കേട്ടിട്ട് നീ എടുത്ത് ചാടരുത് പേര്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതെ, അനുഭവമുള്ളവർ പറയുമ്പോ കേൾക്കുക, ഇല്ലെങ്കിൽ അനുഭവിക്കും. അനുഭവമുള്ള ഒരാളുണ്ടായിട്ടാണോ ഈ തോന്നിയ ദിവസം കാണിച്ചു വെച്ചേക്കുന്നത്? എന്ത് ആ തലക്കരിക്കുന്ന വിളക്കിൽ എത്ര തിരി ഇട്ടേക്കാണ്? 2 തിരി. നമ്മൾ എവിടെയെങ്കിലും 2 തിരി ഇടുന്ന കണ്ടിട്ടുണ്ടോ? ഒറ്റ തിരി, ഒരേ ഒരു തിരി. ആ പാലം മുതൽ ഈ കിണറ്റങ്കര വരെയുള്ള സകല വീട്ടിലെയും മരണത്തിന് വന്നിട്ടുള്ള ആളാ ഞാൻ. ഈ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള 2 തിരിയാ, ഇവിടെയും അത് മതി. മോനെ, ഞാനൊരു കാര്യം പറയാം. 2 തിരിയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ച് അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാതെ വന്ന എന്നോട് പരാതി പറയരുത്. ജീവിച്ചിരിക്കുമ്പോഴേ ഒരാളും മരിക്കുമ്പോ ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇനി എന്തൊക്കെ ചെയ്യണ്ടെന്ന് പലതും തോന്നും. അതിന്റെ പിന്നാലെ പോവാൻ നിൽക്കണ്ട. കാര്യങ്ങൾ നന്നായി നടക്കട്ടെ. അതിനുള്ള വഴി എന്താണെങ്കിൽ നോക്കൂ. മോനെ, കർമ്മിയെ മാമൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. കർമ്മീനെ ഞാൻ ഈ കാര്യം എന്നോട് അറിയിച്ച ഉടനെ പറഞ്ഞ് ഏൽപ്പിച്ചണ്ടാ. കർമ്മിക്ക് ഞാൻ കാശും അഡ്വാൻസ് ആയിട്ട് ഒരു 50 റുപ്യ കൊടുത്ത് വണ്ടിയിൽ ഇങ്ങോട്ട് വരാനായിട്ട്. എന്നിട്ടാ വന്നേക്കണേ. 3 കർമ്മിയും വരട്ടെ. എന്തിനിപ്പോ ഒരാളല്ലേ മരിച്ചിട്ടുള്ളൂ? നീ ആരെ ഏൽപ്പിച്ചുള്ളത്? ഞാൻ നമ്മുടെ സുഗതം കർമ്മിയില്ലേ. എന്നാ കുഴപ്പമില്ല. സുഗതം കർമ്മിക്കാണ് ഞാൻ 50 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് വന്നേ. അതെ, ഇത് കേട്ട ഉടനെ ആദ്യം സുഗതം കർമ്മീനെ വിളിച്ചത് ആരാണെന്നൊന്നും സുഗതനോട് ചോദിക്കുക. അതെന്റെ കാശും മേടിക്കാറില്ല. അമ്മാവാ, മന്മൂമ്മാവാ, ഇതൊരു മരിച്ച വീടാണ്. എന്റെ അച്ഛനാ മരിച്ചു കിടക്കണ. നിങ്ങൾ ഇവിടെ കിടന്ന് തർക്കിക്കല്ലേ? ആളുകൾ കൂടിയേക്കണ കണ്ടില്ലേ? എന്തെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യാം. നിങ്ങൾ തലക്ക് ഞാൻ മറിമായം